ഇതിൽ വന്നൊരു ഫാക്ട് എന്ന് പറയുന്നത് ആക്സിഡന്റ് നല്ല ലോസ് ആയിരുന്നു. പക്ഷെ ആലോചിക്കുക, അത് എങ്ങനെ ആക്സിഡന്റ് ഒരു പന്നി വന്ന് നമ്മളെ ആ കഥകളൊന്നും അന്ന് ഒരു ഓർമ്മയില്ല. കുറച്ചു നേരത്തേക്ക് പേടിച്ചു പോയി. അല്ല, എനിക്ക് അതിൽ ആകെ എനിക്ക് ഓർമ്മ ഉണ്ടായിരുന്ന കാര്യം, എനിക്ക് ഞാനെന്നൊരു അത് കേൾക്കാതെ എനിക്ക് ആകെ ഓർമ്മ ഉണ്ടായിരുന്നൊരു കാര്യം എന്ന് പറഞ്ഞാൽ, എന്തോ വന്നെന്നെ ഇടിച്ചു. സാധാരണ ഇങ്ങനെ ഫ്രണ്ടിലേക്ക് പോകുന്നു, ഞാൻ ഇങ്ങനെ അന്തരീക്ഷത്തിൽ ഇങ്ങനെ പറന്ന്, നമ്മളെല്ലാം സിനിമയിലൊക്കെ കാണുന്ന കണക്ക് ഇങ്ങനെ പറന്ന് പോയി റോഡിന്റെ റൈറ്റ് സൈഡിൽ, ലെഫ്റ്റ് സൈഡിൽ കൂടെയാണ് നമ്മൾ വണ്ടി ഓടിക്കുന്നത്, ഞാൻ തെറിച്ച് റൈറ്റ് സൈഡിലാണ്, ഓപ്പോസിറ്റ് റോഡും കഴിഞ്ഞാണ് വീണത്. നമ്മൾ സ്വാഭാവികമായിട്ട് ടാറ് വീണ് കഴിഞ്ഞാൽ നല്ലോണം എവിടെയെങ്കിലും ഒരേ. ഇത് അങ്ങനെ ഒരു പ്രശ്നമില്ലായിരുന്നു. അതല്ല, ഞാൻ നിരങ്ങിയല്ല പോയത്, അതാണ് വേറൊരു കേസ്. ഹെൽമെറ്റ് ഒക്കെ വെച്ചിട്ടുണ്ട്, ഹെൽമെറ്റ് ഒക്കെ പൊട്ടി താടിയിൽ ഈ സൈഡൊക്കെയാണ് ഹെൽമെറ്റിൽ അടി. വണ്ടിയും അപ്പൊ സൈഡിൽ കിടന്നത്. ഇത് എനിക്കൊന്നും സംഭവം നമ്മൾ രണ്ടും ഉണ്ട്. ഞങ്ങൾ രണ്ടുപേരും 450 എക്സിൽ തന്നെ പോവുകയാണ്, മുമ്പിലും പിറകിലായിട്ട് ഇങ്ങനെ പോവുകയാണ്. അപ്പൊ എനിക്ക് തൊട്ട് ഞങ്ങളെ വീട്, എന്റെ അമ്മൂമ്മയുടെ വീട്, അത് കഴിഞ്ഞ് സിറിൽ എന്ന് പറഞ്ഞ വീഡിയോയിൽ വന്നിട്ട് എന്റെ വീട്, അത് കഴിഞ്ഞ് ജോലിന്റെ വീട്, അത് കഴിഞ്ഞ് എന്റെ വീട്, എല്ലാം ഒരു 200 മീറ്ററിന്റെ ഗ്യാപ്പിലാണ് ഇരിക്കുന്നത്. മൂന്നും കൂടെ ഒരു 1/2 കിലോമീറ്ററിന്റെ വ്യത്യാസത്തിലാണ് ഈ വീടുകളെല്ലാം എല്ലാം വരുന്നത്. അപ്പം ഞാൻ അമ്മൂമ്മയുടെ കാര്യം ഇങ്ങനെ മാവ് കൊടുക്കണമായിരുന്നു, ജസ്റ്റ് കയറി പോണ വഴിക്ക് കയറി കൊടുത്തിട്ട് വരുന്ന സമയത്ത് കുറച്ച് ഫണ്ട് എടുത്താണ് ഞാൻ പുറത്തോട്ട് ഇറങ്ങിയപ്പോഴത്തേക്ക് അവിടെ ഒരു മിനിറ്റോ 1.5 മിനിറ്റോ. അപ്പൊ ഞാൻ ഫ്രണ്ടോട്ട് മൂവ് ചെയ്തു, സ്കൂട്ടറല്ലേ, അപ്പൊ ഇടയ്ക്കൂടെ നമ്മൾ കയറി പോകല്ലോ, ഇങ്ങനെ ഇടയ്ക്കൂടെ കയറി പോയപ്പോഴത്തേക്കും പെട്ടെന്ന് ഒരാളെ കിടക്കുന്ന റോഡിൽ ഒരു കാറാണ് ഫ്രണ്ട് കിടക്കുന്നത്, സ്വിഫ്റ്റ് ആണ് കിടക്കുന്നത്. അപ്പൊ അതിന്റെ ഫ്രണ്ടിൽ ഒരാൾ പെട്ടെന്ന് എനിക്ക് കാണത്തില്ലല്ലോ, ഞാൻ ഇങ്ങനെ സൈഡിൽ നിന്ന് നോക്കുമ്പോൾ എന്തോരം കിടക്കുന്നു, ഞാൻ അങ്ങനെ വണ്ടി സൈഡിലോട്ട് ഒതുക്കി നിർത്തിയിട്ട് ഇറങ്ങി നോക്കിയപ്പോൾ പന്നിയാണ് കിടക്കുന്നത്. ഒരു വലിയൊരു ഹ്യൂമൻ. കാരണം ആൾക്കാർ ആക്സിഡന്റ് ഇല്ല, പന്നിയുടെ സൈസ് കണ്ടാണ് ആൾക്കാർ മേടിച്ചു. അപ്പൊ കാറുകാരന്റെ ഫ്രണ്ടിലാണ് കിടക്കുന്നത്. ഞാൻ കാറടിച്ചു എന്നാണ് വിചാരിച്ചത്. അപ്പോ ഇത് എന്നിട്ട് ജ്യോതിനെ ഇതൊന്നും കണ്ടില്ലേ, ജ്യോതിനെ വിളിക്കാണ്ട് ഫോൺ എടുത്തിട്ട് നോക്കിയപ്പോൾ ജ്യോതിന് അവിടെ നിൽക്കുന്നു അപ്പുറത്ത്. അപ്പോഴും എനിക്ക് ആക്സിഡന്റ് ജോലിനെ പറ്റുന്ന മനസ്സിലാവുന്നില്ല, കാരണം ആ ജോലിനെ അവിടെ എടുത്ത് നിൽക്കുന്നുണ്ടായിരുന്നില്ല, ഹെൽമെറ്റ് ഇല്ല. ഓക്കെ, മുഖത്തൊക്കെ ഒരു ബസ് എന്തോ ഒരു തകരാറ് പോലെ കിളിയൊക്കെ പറഞ്ഞിരിക്കുന്ന പോലെ തോന്നി. ചോയനെ പറ്റി വണ്ടി ഞാൻ പെട്ടെന്ന് കണ്ടില്ല, ശ്രദ്ധിച്ചില്ല കൂടുതൽ. ജോലിനെ പെട്ടെന്ന് പേടിച്ചു എന്ന് തോന്നുന്നു. എനിക്ക് ഓർമ്മയില്ല, അതിപ്പോഴും എനിക്ക് ഓർമ്മയില്ല. ആദ്യം കുഴപ്പമില്ല, ആദ്യം എണിച്ചെന്ന് ആരൊക്കെ ചോദിച്ചതിനൊക്കെ കുറച്ച് ഉത്തരങ്ങളൊക്കെ പറഞ്ഞു. ഞാൻ ഇവിടെ ഉള്ള തന്നെ ഞാൻ പറഞ്ഞു. അപ്പൊ ഞാൻ ബാക്കി പറയാം, ഇതാണ് അടുത്തുള്ള തന്നെ, ഞാൻ ഒത്തുന്നാണ് ആളുണ്ട്. അപ്പോഴത്തേക്ക് തന്നെ നമ്മളെ ഉത്സവ സമയമായിരുന്നു. ഞങ്ങളെ വീട്ടിൽ നിന്ന് കുറച്ച് ദൂരേ ഉള്ളൂ, അമ്പലത്തിനും നമ്മുടെ വീടുകളൊക്കെ അടുത്തടുത്ത് തന്നെയാണ്. അപ്പൊ എല്ലാവരും പോണ വഴിക്കും ഒന്ന് രണ്ട് അറിയാവുന്നവരൊക്കെ നിർത്തി, എല്ലാരും ഒക്കെ ഭയങ്കര തിരക്കായപ്പോ എനിക്ക് എന്തെങ്കിലും അറിയത്തില്ല. യോജന പെട്ടെന്ന് തല ഇറങ്ങി ചെറുതായിട്ട്, പെട്ടെന്ന് തല ഇറങ്ങി. അപ്പം എനിക്കൊരു ഇതായി. അങ്ങനെ ഞാൻ അച്ഛനെ വിളിച്ചപ്പോഴത്തേക്കും കിട്ടിയില്ല. അങ്ങനെ ഞാൻ അമ്മയെ വിളിച്ച് എന്റെ അടുത്തുണ്ടെന്ന് ചോദിച്ചു, കാരണം ഉത്സവം വേണ്ട അവിടെയൊക്കെ കാണണം. അമ്മ വിളിച്ച് വേറെ ആരുടെ പറഞ്ഞു, എല്ലാരും കൂടെ ഒരു പടടക്ക് വന്നു. ജ്യോതിയെ പന്നി ഇടിച്ച് പന്നി എത്തുമെന്ന് പറഞ്ഞു. അതായത് ഏറ്റവും പറയണ്ടല്ലോ, അപ്പോഴാരും അത് പല്ലിപ്പറില്ല. അത് കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ നമ്മള് എടുത്ത് പെട്ടെന്നൊരു അറിയാന്നുള്ള കൊണ്ടുപോയി. വേറെ കുഴപ്പമൊന്നുമില്ല. ഇവിടെ ചെറിയൊരു മുറിവും കാലിലൊരു ചെറിയ കൈയുടെ മുട്ടിലൊരു ശകലം മുറിവ്, അതായത് ചെറിയൊരു മുറിവ്. പാന്റ് ഷർട്ടൊന്നും കയറിയിട്ടില്ല. പിന്നെ കൈ വന്നിടിച്ച് കൈയുടെ എവിടെയായിരുന്നു, എവിടെയൊക്കെ മുറിവുണ്ടായിരുന്നു, ചെറിയ മുറിവ്. ആ വീഴ്ച വെച്ച് നോക്കുകയാണെങ്കിൽ അത് ഒരു മുറിവേ അല്ല, അങ്ങനത്തെ ഒരു ഞാൻ തറയിൽ ഇങ്ങനെ നിരങ്ങി പോവുകയോ അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല. പൊങ്ങി വന്ന് താഴെ വീണു. ആ പരിസരത്ത് എങ്ങും ഒരു ക്യാമറ ഇല്ലാതെ, ഇല്ലെങ്കിൽ എന്താണ് സംഭവിച്ചത്? ഒരു 50 മീറ്റർ ഫ്രണ്ടിലോട്ട് മാറിയിരുന്നെങ്കിൽ ക്യാമറ കിട്ടിയില്ല. അതുപോലെ ഒരു 100 മീറ്റർ പുറകിലോട്ട് മാറിയിരുന്ന അവിടെയും ക്യാമറ ഉണ്ടായിരുന്നു. കറക്റ്റ് ക്യാമറ ഇല്ലാത്തൊരു സ്ഥലമായിപ്പോയി. മിസ്റ്ററി ആയിപ്പോയി. എന്താണ് സംഭവം ആർക്കും അറിയാൻ വയ്യ, ഒരവസ്ഥയായിപ്പോയി. ഇങ്ങനെ അപ്പുറത്തെ സൈഡ് എത്തിയെന്നാണ് മനസ്സിലാവാത്തത്. കാരണം പന്നി ഇടിച്ചത് ഈ സൈഡിൽ തന്നെയാണ്. കാരണം ഫ്രണ്ടും ലെഫ്റ്റും ആയിട്ടാണ് പന്നിയിൽ ഇടി വന്നേക്കുന്നത്. അതിന്റെ ഫോട്ടോസ് ഉണ്ട്, അത് കാണിക്കാം. പക്ഷേ ഇടിച്ച് ഞാനും വണ്ടിയും ഓപ്പോസിറ്റ് സൈഡ് അങ്ങ് പോയി. നമ്മൾ സാധാരണ ഒരു ആക്സിഡന്റ് പറ്റുകയാണെങ്കിൽ നമ്മൾ ഓടിക്കൊണ്ടിരിക്കുന്നത് എന്തെങ്കിലും തട്ടി നമ്മൾ ഫ്രണ്ടിലേക്കാണ് പോകുന്നത്, കൺട്രോൾ തെറ്റി. ഇത് അങ്ങനെ ഒന്നും പോയിട്ടില്ല. കറക്റ്റ് ഇടി വീണ സ്ഥലം, അതായത് ഇടി വീണ സ്ഥലത്ത് തന്നെയാണ് ചെളിയും എല്ലാം കിടപ്പുണ്ട്. അതൊരു ഭയങ്കര സംഭവം. പറഞ്ഞു ഓർമ്മ വന്നാണ്. അതുപോലെ തന്നെ
നമ്മള് രണ്ടാമത് ഹോസ്പിറ്റലിൽ നിന്ന് വണ്ടി കാണാൻ പോയപ്പോഴത്തേക്ക് രണ്ട് പയ്യന്മാര് ഇതിലുള്ള ആള് ജീവനോടുണ്ടാവും. അപ്പൊ അങ്ങനെ കുറെ ഇൻസിഡൻസ് ഒക്കെ ഉണ്ടായിരുന്നു. അത് സത്യം പറഞ്ഞത് വലിയ ഇടിയും ഭയങ്കരതൊക്കെ ആയിരുന്നു. പക്ഷെ നമുക്കൊന്നും പറ്റാത്തതുകൊണ്ട് ഇപ്പൊ ഒരു പണിയായിട്ട് കാണുന്നു. അത് വലിയൊരു അപകടം തന്നെയാണ് യഥാർത്ഥം. ഒരുപാട് കളയേണ്ട കാര്യമല്ല അത്. ഭയങ്കര ഒരു അപകടം വരുന്ന ആ ഹെൽമെറ്റ് മൊത്തം പോയി. ഹെൽമെറ്റ് വയ്ക്കുന്നതിന്റെ ഗുണം എന്നാണ് കണ്ടത്. മാക്സിമം ചിഹ്നമുള്ളത് തന്നെ വയ്ക്കാൻ ശ്രമിക്കുക. താടിയാണ് ഇടിച്ചതെന്നാണ് നമുക്ക് ഹെൽമെറ്റിന്റെ അതിന്റെയൊക്കെ അവസ്ഥ കണ്ടിട്ട് നമുക്ക് തോന്നുന്നത് ചിഹ്നമുള്ളത് വയ്ക്കണതാണ്. അപ്പോ ഇനി സർവീസിൽ എടുക്കാം. അപ്പൊ അത് കൊണ്ടുപോയി അത് കൊടുത്തപ്പോഴത്തേക്കും കൊണ്ടുപോയി കൊടുത്ത കാര്യം ഇവിടുന്ന് വണ്ടിയുടെ ഫോട്ടോ കാണുമ്പോൾ അറിയാം എന്തൊക്കെയാണ് പ്രശ്നം പറ്റിയിട്ടുള്ളത്. പക്ഷെ നമ്മൾ ഇവിടുന്ന് ഞാനത് RS ബുക്ക് ചെയ്തിട്ടില്ലായിരുന്നു. RS ചെയ്യാത്തതുകൊണ്ട് അവസാനം എനിക്കെന്തായാലും ഓടിച്ചോണ്ട് പോകാൻ ബുദ്ധിമുട്ടുണ്ട്. അങ്ങനെ ഞാനും മഹിലും ഒരു പേടിയുണ്ട്. പിന്നെ വീണതിന്റെ ചെറിയ ശരീരവേദന ഉണ്ടായിരുന്നു. ഇടിച്ചാണ് വീണത്. അപ്പൊ അതിന്റെ കഴപ്പുണ്ടല്ലോ, അത് വേറെ ശരീരവേദന. പ്രശ്നം ഉത്സവമായത് കാരണം പിറ്റേന്ന് തന്നെ പിറ്റൊന്നും വലിയ പ്രശ്നമില്ലായിരുന്നു. പിറ്റേന്ന് വന്ന് അമ്പലത്തിലൊക്കെ ഇറങ്ങി വിളമ്പാനൊക്കെ കൂടെയൊക്കെ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വന്നപ്പോഴത്തേക്ക് കുറച്ച് വെയിറ്റ് ഒക്കെ എടുത്തപ്പോഴത്തേക്ക് അടുത്ത ദിവസം ഞാൻ കിടന്നുപോയി. അത് വേറെ ഒന്നും ഇല്ല. ചിലപ്പോ അന്ന് റെസ്റ്റ് എടുത്തിരുന്നെങ്കിൽ അതങ്ങ് മാറി കിട്ടിയാണ്. ചെയ്തില്ല, ഒരുപാടൊന്നുമില്ല. എന്നാലും വേറെ അങ്ങനെ ബുദ്ധിമുട്ട് കിടന്നു പോയില്ല. ബോഡി പെയിൻ ഉണ്ടായിരുന്നു. നല്ല ചുമ്മാ ഒരു നടുപിടിച്ച് വീണാൽ തന്നെ നമുക്കൊരു പെയിൻ കാണാം. അങ്ങനെ ഒന്നുമില്ല. ഇത്രയും വരുമ്പോഴത്തേക്ക് ഒരു പെയിൻ എന്തായാലും അതിന്റെ ഒരു കുഴപ്പം. അത് തന്നെയാണ് എല്ലാരും പറയുന്നത്. അത്ഭുതം. 35 കിലോമീറ്റർ ഉണ്ട് ഞങ്ങൾക്ക് വീട്ടിൽ നിന്ന് സർവീസ് സെന്ററോട് അടുത്ത് ഉണ്ട്. പക്ഷേ ഇപ്പൊ ട്രിവാൻഡ്രത്ത് ക്ലെയിം ചെയ്യുന്നത് അവിടെ വഴയിലെയും വഴയിലെ ക്ലെയിം ഉണ്ട്, സർവീസും അവിടെ ഉണ്ട്. ഇല്ല, ഇപ്പൊ ഞാൻ ലാസ്റ്റ് വിളിച്ചപ്പോഴത്തേക്കും അവിടെ മാത്രമേ ഉള്ളൂ, കിള്ളിപ്പാലത്ത് മാത്രമേ ഉള്ളൂ. കരമന മാത്രമേ ഇപ്പൊ സർവീസ് ഉള്ളൂ. സർവീസ് ക്ലെയിം അവിടെ മാത്രമേ എടുക്കുന്നുള്ളതാണ് ഇപ്പൊ പറഞ്ഞത്. വേറെ എവിടെയുണ്ട്, ആറ്റിങ്ങുണ്ട്, ഇപ്പൊ കഴക്കൂട്ടത്തുണ്ട്, എല്ലായിടത്തും ഉണ്ട്. പക്ഷെ ക്ലെയിം ഇപ്പൊ അവിടെ മാത്രമേ. പട്ടത്ത് പുതിയ ഗോൾഡ് സീരീസിലുള്ള സർവീസ് സെന്റർ അവിടെ പോലും എടുക്കുന്നില്ല കേട്ടോ. അവിടെ എടുക്കുന്നില്ല. ഇപ്പൊ വരുമോ എന്താണെന്ന് അതറിഞ്ഞൂടാ. ഇതാണ് ഇപ്പൊ വഴയില മാത്രമാണ്, കിള്ളിപ്പാലത്ത് മാത്രമാണ് എടുക്കുന്നത്. ഞാൻ കഴിഞ്ഞ ദിവസം വിളിച്ച് ചോദിച്ചതേ ഉള്ളൂ, 2 ദിവസം മുമ്പ് വിളിച്ച് ചോദിച്ചത്. അപ്പോൾ അങ്ങനെയാണ് അതിന്റെ അവസ്ഥ. അപ്പൊ എന്തായാലും അത്രയും കൊണ്ടുപോകണം. ഇപ്പം അത്രയും ദൂരം നടുവഴപ്പോ എന്തൊക്കെയോ വയലും ചെറിയ കിഴപ്പുണ്ട്. അതുപോലെ ഓടിക്കാനുള്ള ഒരു ചെറിയ പേടിയുണ്ടായിരുന്നു. അപ്പൊ ഞാനോട് കൊണ്ടുപോയത് ഞങ്ങള് ബാക്കിൽ 2 ഒരു കാറിൽ വന്നു. ഞാനും മക്കിയായിരുന്ന കാറില് അവര് ഫ്രണ്ടിൽ നിന്ന് വണ്ടി പയ്യാണ് പോയി. വീണ്ടും നമ്മള് പോയില്ല, ഒട്ടും ട്രൈ ചെയ്ത് നോക്കിയത്. വെറുതെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിലോ എന്ന് ചോദിച്ചാൽ മഹത്വം മാത്രമേ നമ്മള് പോയുള്ളൂ. 40-45 മാക്സിമം മാത്രമേ പോയുള്ളൂ. പിന്നെ ചെറിയൊരു ഒഴിച്ചിലുണ്ടായിരുന്നു, ചെറിയ. കാരണം മൊത്തം ഫ്രണ്ട് മൊത്തം പൊട്ടിയിരിക്കുകയാണ്, മൊത്തം തകർന്നിരിക്കുകയായിരുന്നു. കാണിച്ചത് അത് വെച്ചാൽ വലിയൊരു അത്രയും വലിയ ഇടി നടന്നൊന്നും അറിയത്തില്ല. അതിന്റെ ഇമ്പാക്ട് പിന്നീട് പറയാം. നമുക്കൊരു 50,000 രൂപ അടുപ്പിച്ച് ക്ലെയിം. ആദ്യം അവര് ക്ലെയിം എമൗണ്ട് എസ്റ്റിമേറ്റ് ഇട്ട് 62,000 രൂപയാണ് നമ്മൾ ചെന്നാ പറഞ്ഞത്. ഞാൻ പറഞ്ഞു ഇത്രയ്ക്ക് പണിയാണോ, നിങ്ങൾ കുറച്ച് പൈസയും കൂടെ എനിക്ക് തന്നിട്ട് ടോട്ടൽ ലോസ് ആക്കി കൂടി നീ ചോദിച്ചു. കാരണം അത്രയ്ക്കും പണി അതിലുണ്ട്. കാരണം നമ്മള് കണ്ട കണക്കൊന്നും അല്ല, വണ്ടി നല്ല ഡാമേജ്. പക്ഷെ നമുക്ക് ഒരു കുഴപ്പമില്ല. എത്രയും കിലോമീറ്റർ ഓടിയിട്ടും വണ്ടിക്ക് ഒരു പ്രശ്നമില്ല. ഒരു ഒഴിച്ചിലുണ്ട്. അത് സ്വാഭാവികമായിട്ടും നമ്മൾ ഓടുന്ന ഈ 7-8 വർഷം ഓടുന്ന വണ്ടിക്ക് ചെറിയൊരു കുഴിയിൽ വീണാൻ വരാവുന്ന ഒരു പ്രശ്നം മാത്രമേ അതിന് ഉണ്ടായിരുന്നുള്ളൂ. മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. വലിയൊരു പ്രശ്നമൊന്നുമില്ലായിരുന്നു. അപ്പൊ അത് കൊണ്ടുപോയി കൊടുത്തു. പക്ഷെ അവിടെ ഇവര് ഡിലേ വന്നു തോറും ഓരോ പ്രശ്നങ്ങൾ വന്നുകൊണ്ടിരുന്നു. 2 മാസത്തോളം എടുത്തു. സർവീസിന് വേണ്ടി എടുത്തു. ആദ്യം 14 ദിവസമാണ് പറഞ്ഞത്. പക്ഷെ അത് ഇത്തിരി കൂടുതലാണ് കേട്ടോ. ഇത്രയും 14 ദിവസം ഒരു വണ്ടി നമ്മളവിടെ കൊണ്ടുവയ്ക്കുക എന്ന് പറയുന്നത് കൂടുതലായിരുന്നു. അല്ല, 14 ദിവസമല്ല, ഒരു മാസമാണ് പറഞ്ഞത്. 14 ദിവസത്തോളം പാർട്സ് വരാനായിട്ട് ടൈം എടുക്കുമെന്നാണ് പറഞ്ഞത്. അങ്ങനെ ഒരു മാസമൊക്കെ നമുക്ക് ഒരു വണ്ടി കൊണ്ട് ഒരു ആക്സിഡന്റ് ഒക്കെ ആണ്. നമ്മളെ മിസ്റ്റേക്കൊന്നും അല്ല, ആരെ മിസ്റ്റേക്ക് സംഭവിച്ചു, അത്രേ ഉള്ളൂ. ഒരു വണ്ടി 14 ഒരു മാസം എടുക്കുക എന്ന് പറയുന്നത് അത്രയും കൂടുതലാണ്. അതൊരു സർവീസ് ഡിലേ തന്നെയാണ്. അത്രയും നമുക്ക് ഇന്ത്യയിൽ എവിടെയാണെങ്കിലും സത്യം പറഞ്ഞാൽ ഒരു സാധനം പാർസൽ ചെയ്ത് എത്തിക്കാനായിട്ട് 7 ദിവസം മാക്സിമം നമ്മൾ ചെയ്യുന്നതാണ്. ഇനി അവർക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിലോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പോലും ഇത്രയും വണ്ടി ഇത്രയും സർവീസിന് വരുന്ന സമയത്ത് നമുക്ക് പാർട്സ് ഒരു 7 ദിവസം കൊണ്ടൊന്നും ഇന്ത്യയിൽ എത്തിക്കാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇത്രയും അക്സെപ്റ്റബിൾ ആയിട്ടുള്ള കാശല്ല. ഒരു 5 ദിവസം സർവീസിന് എടുത്താൽ പോലും എക്സ്ട്രാ പിന്നെ പോലും നമുക്ക് ഒരു 2 ആഴ്ചക്കകത്ത് മാക്സിമം തരേണ്ടതാണ്.
ഇത് നമുക്ക് ഒട്ടും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമല്ല. അപ്പൊ ഇതാണ് ഒരു പാർട്ട് കംപ്ലൈന്റ് ഒന്നും ഇത്തിരി നാളെന്നുള്ളൂ. അവർ വീണ്ടും അത് ഓർഡർ ചെയ്ത് ഇതിൽ പറ്റിയെന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ കണക്ക് പറഞ്ഞു ഓക്കെ ശരി, നമുക്ക് വേറെ വഴിയില്ല, നമുക്ക് ഓപ്ഷനില്ല. പക്ഷെ അങ്ങനെ അതൊരുപാട് എന്തായാലും സർവീസ് വളരെ മോശമാണ്, വളരെ മോശമാണ് സർവീസ്. എങ്ങനെ നോക്കിയാലും മോശമാണ്. കാരണം നമ്മള് വേറൊരു കാര്യം, അവർ കഷ്ടപ്പെട്ടൊക്കെ തന്നെയാണ് പണിഞ്ഞത്, എന്നാൽ കൂടിയും ഒരു കസ്റ്റമർ എന്ന നിലയ്ക്ക് നമുക്ക് നോക്കുമ്പോൾ അത് മോശമാണ്. പല പാർട്സും കറക്റ്റ് സീറ്റിംഗ് ഒന്നുമല്ല, അവർ വെച്ച് ഫിറ്റ് ചെയ്ത് പുതിയ സാധനങ്ങളാണ്. ഓക്കെ ശരി, എന്നാൽ കൂടിയും ആ വണ്ടി പുതിയൊരു വണ്ടി ഇറങ്ങിയ ഒരു ക്വാളിറ്റി അല്ല ഇപ്പൊ പല സ്ഥലത്ത് പാനൽ ഗ്യാപ്പ്. അത് മാത്രമല്ല, നമ്മള് ഫ്രണ്ട് ടയർ കറക്കാൻ പിടുത്തമുണ്ട്, അത് എല്ലാ വണ്ടിക്കും ഉണ്ട് എന്നൊക്കെയാണ് അവർ പറയുന്നത്. എല്ലാ വണ്ടിക്കും ഉണ്ട്. നമ്മൾ അവിടെ തന്നെ കുറച്ച് കറക്കിയപ്പോൾ അതിലെല്ലാത്തിനും ഉണ്ട്. പക്ഷെ അങ്ങനെ ഒരു വണ്ടിയിൽ ഒരു പിടുത്തം വെച്ചുകൊണ്ട് ഒരിക്കലും അങ്ങനെ ഇറക്കാൻ പാടില്ല. അതൊരു കമ്പനി ആശ്രയിച്ച് അത് അങ്ങനെ അതൊരു ഫീച്ചർ ആയിട്ടൊന്നും പറയത്തില്ല. ഇല്ല ഒരിക്കലും ഇല്ല. ഡിസ്ക് ബ്രേക്ക് ആണ്, ചെറിയൊരു ഇതാണ്, എന്നാൽ കൂടിയും ഇത് ഇത്തിരി ടൈറ്റ് ആണ് ടയർ. അപ്പൊ അത്രത്തോളം മൈലേജ് കാര്യങ്ങളെല്ലാം കുറെ ആണ്. മൈലേജിന് വേണ്ടി ഇത്രയും കാര്യങ്ങൾ ചെയ്യണം, അതൊരു നെഗറ്റീവായിട്ട് തോന്നി നമുക്ക്. കമ്പനിയിൽ ഒരു പക്ഷേ തന്നെയാണ് ആക്ച്വലി. അപ്പൊ അത് അവർ അക്സെപ്റ്റ് ചെയ്യുന്നില്ല. അവര് എന്നിട്ട് ലാസ്റ്റ് പറയാം, നമ്മളവിടെ ചെന്നിട്ട് വണ്ടി ഇറക്കാൻ നേരത്തെ 2 മാസത്തിന് ശേഷം വണ്ടി ഇറക്കാൻ നേരത്തെ നമ്മളത് നോക്കിയായിരുന്നു. അഭി ഇങ്ങനെ പോയി 1-2 വീല് കറക്കിയൊക്കെ നോക്കിയപ്പോഴത്തേക്ക് പറഞ്ഞു സാറേ അത് ആ വന്ന എല്ലാ വണ്ടിയെ കാട്ടി നന്നായി, പുതിയ വണ്ടിയെ കാട്ടി നന്നായിട്ട് ഇതിൽ ഫ്രീ ആയിട്ട് കറങ്ങുന്നുണ്ടെന്ന് പറഞ്ഞു. പിടുത്തോ പക്ഷെ ഒരിക്കലും എനിക്ക് അക്സെപ്റ്റ് ചെയ്തത്, കാരണം നമ്മുടെ എന്തോ എന്തായാലും അത് ഓക്കെ. അപ്പോ അതൊരു സെപ്പറേറ്റ് വീഡിയോ ആയിട്ട് നമ്മൾ കാണിച്ചത് എന്തൊക്കെയാണെന്നുള്ളത്.